ശ്രീ പ്രദീപ്, താങ്കൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില റെസ്ക്യൂ ഓപ്പറേഷൻസുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണല്ലോ. ഇവിടെ ഇപ്പോൾ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ലോറിയുടെ ക്യാബിൻ ഉള്ള സ്ഥലം നദിയിൽ നല്ല ആഴത്തിലാണ്, പക്ഷേ വളരെ ശക്തമായ ഒഴുക്കുള്ളതുകൊണ്ട് ആ ക്യാബിനിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്താണ് സാധാരണ നിലയിൽ? ഈ ഒരു അവസരത്തില് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഡിഫൻസ് ഇത്രയേറെ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ അതിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, നമ്മളുടെ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ലോക്കൽ ആളുകളുടെ ഒരു സേവനം ഇപ്പോൾ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നു അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ കടലിൽ പോകുന്ന ആളുകളുടെ ഒരു അനുഭവ സമ്പത്തും അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസും ഒരു പക്ഷേ ഈ സമയത്ത് നമുക്ക് പ്രയോജനപ്പെടുമോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മളിപ്പം നേവി ഉപയോഗിക്കുന്ന റബ്ബർ ഡിങ്കി എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണപ്പെട്ട ഒരു 4-5 മെന്നിന് ഉപയോഗിക്കാൻ മാത്രമായ ഒരു ജലയാനം മാത്രമാണ്. അല്പം കൂടി ഉറപ്പുള്ളതും സ്റ്റെബിലിറ്റി ഉള്ളതുമായ ഒരു ജലയാനം അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തര സാഹചര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു റെസ്ക്യൂ ടീമിന് സേഫ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെ ചെയ്യാൻ കഴിയുന്നു. പ്ലാറ്റ്ഫോം മീൻസ് അത് അല്പം കൂടെ വലിപ്പമുള്ള ബോട്ടാകാം, അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ഒരു സംവിധാനമാകാം. ജലത്തിന് മുകളിൽ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു സംവിധാനത്തെ അവിടെ എത്തിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കുറെ കൂടി കുറച്ച് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ നമുക്ക് ഈ ട്രക്കിന്റെ അടുക്കലേക്ക് ഡൈവിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുന്നതിനും അതിന്റെ കാര്യങ്ങളെ കുറെ കൂടി മനസ്സിലാക്കുന്നതിനും ഉതകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ വരാം. നമ്മളുടെ ഫിഷർമാൻമാരുടെ അത് അല്ലെങ്കിൽ കടലുമായിട്ട് വളരെ ആഴത്തിൽ ബന്ധമുള്ള ആളുകളുടെ ഒരു സേവനം ഈ അവസരത്തിൽ തേടുന്നത് ഉചിതമായിരിക്കും ഞാൻ കരുതുന്നു. നമുക്ക് ഓർമ്മയുണ്ട്, കേരളത്തിന് ഓർമ്മയുണ്ട്, നമ്മുടെ പ്രളയകാലത്ത് നമ്മളെ എത്രയോ കൈപിടിച്ച് ഉയർത്തിയതിൽ നിർണായക പങ്ക് വഹിച്ചവരാണ്. കാരണം അപ്പൊ അവരുടെ ഒരു സേവനം, അവരുടെ വിദഗ്ധരായ സേവനം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം, അവർ ഈ കാര്യത്തിൽ നമ്മുടെ ജലത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ അവരുടേതായ രീതിയിൽ എന്തെങ്കിലും പ്രത്യേക പങ്കുണ്ടോ? എനിക്ക് എന്റെ ഒരു സാന്നിധ്യത്തിൽ എനിക്ക് തോന്നുന്നത് അവിടെ ചില ഇരുമ്പ് പൈപ്പുകൾ പോലുള്ള സാധനങ്ങൾ അവിടെ പുഴയുടെ അടിത്തട്ടിലേക്ക് ആഴത്തിൽ ഇറക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ കുറച്ച് പുഴയുടെ ഒഴുക്കിനെ ഡൈവേർട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് അറിയില്ല. ഈ പുഴയുടെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ കൂടി, അതിനുള്ള ആലോചനകൾ അവിടെ നടക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ തത്സമയ ദൃശ്യങ്ങളും കാണിക്കാണ്. അപ്പോഴും സാർ, എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് വളരെ കുത്തൊഴുക്കുള്ള ഒരു പുഴയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത്, ഡൈവർമാർക്ക് അവിടേക്ക് ഡൈവ് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇപ്പോൾ 2 നോട്ടാണ് സാധാരണ സ്റ്റാൻഡേർഡ്. ഇനിയിപ്പോൾ 3 നോട്ടാണെങ്കിൽ പോലും അവർ ഇറങ്ങിയേക്കാം. പക്ഷേ 6 നോട്ടിന് മുകളിൽ വളരെ ശക്തമായ ജലപ്രവാഹം ഉള്ള ഒരു സ്ഥലത്ത് എന്തായാലും ഇവർക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുകയല്ലേ. ഇപ്പോൾ എത്രമാത്രം അങ്ങനെ ആ കറണ്ടിനെ നിയന്ത്രിക്കാൻ കഴിയും ഒഴുകുന്ന ഒരു പുഴയെ സംബന്ധിച്ച്? വെള്ളത്തിന്റെ ഒഴുക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ ഇപ്പൊ അവിടെ നടക്കുന്ന പ്രവൃത്തി, പുഴയുടെ ഒരു ഭാഗത്തെ തിരിച്ചുവിടാനുള്ള പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്. അത് കാലാവസ്ഥ അനുസരിച്ച്, മഴയുടെ ആധിക്യമൊക്കെ അനുസരിച്ച് എത്രമാത്രം വിജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും അത് ചെയ്യുന്ന വളരെ നല്ല കാര്യമായിട്ട് തന്നെ കാണുന്നത്. കാരണം ഒരു ചെറിയ ശതമാനം ജലത്തെ മാറ്റിവിടാൻ ശ്രമിച്ചാലും നല്ല കാര്യം തന്നെ. കാരണം ഞങ്ങളിവിടെ ഇടുക്കി പോലുള്ള ജില്ലകളിലെ ഇത്ര വിസ്തൃതമല്ലാത്ത പുഴകളില് നമ്മൾ പലപ്പോഴും പല റെസ്ക്യൂ വർക്കുകളിലും പുഴയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ പാറകൾ പൊട്ടിച്ചു മാറ്റിയും പുഴയെ ഡൈവേർട്ട് ചെയ്തൊക്കെ വിട്ട് നമ്മൾ റെസ്ക്യൂ വർക്കുകൾ ദിവസങ്ങളോളം ചെയ്ത അനുഭവ പരിചയമുണ്ട്. പക്ഷേ അത് ഇത്ര വിശാലമായ ഒരു പുഴയിൽ ഒരു ചാല് കയറി അല്ലെങ്കിൽ ഒരു കനാൽ നിർമ്മിച്ചിട്ട് നമുക്ക് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ശ്രമിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മളുടെ ഈ പുഴയിലെ ഇത്ര ഒഴുക്കിനെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ തൊട്ടടുത്ത സമയത്തോ ഇത് നമ്മളുടെ സേഫ് ആയിട്ട് ഡൈവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ വഴിയില്ല. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾക്ക് അവിടെ പോസിബിൾ ആയിട്ടുള്ളത്? ഈ അർജുൻ ലോറിയുടെ ക്യാബിനുള്ളിൽ ഉണ്ട് എന്ന് നമ്മൾ ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്രമാത്രം വലിയൊരു അപകടത്തിൽപ്പെട്ട ലോറിയുടെ ക്യാബിൻ ചുരുങ്ങിക്കൂടാനും അർജുൻ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാവാനും സാധ്യതയുണ്ട്. ഒരു ഡൈവർക്ക് ആ ക്യാബിനകത്ത് എത്തപ്പെട്ടിട്ടുള്ള മണ്ണും ചെളിയും അല്ലെങ്കിൽ മറ്റു വസ്തുക്കളും എല്ലാം നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിലേക്കൊരു കാരണവശാലും ഡ്രൈവർക്ക് ഉള്ളിൽ പ്രവേശിച്ച് ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അർജുനെ വീണ്ടെടുക്കുക എന്നുള്ള ഇത് ഈ സമയത്ത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ ലോറി തലകീഴായാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ചേസ്
മേൽഭാഗത്തേക്കാണ് നിൽക്കുന്നെങ്കിൽ നമുക്ക് ഒരു സാഹസികമായ ഒരു സംവിധാനത്തിലൂടെ ഈ ചേസിലേക്ക് ഒരു സ്റ്റീൽ റോപ്പുകൾ ഉറപ്പിക്കുക, 3 സ്റ്റീൽ റോപ്പുകൾ ഏകദേശം ഉറപ്പിച്ചാൽ കരയിൽ നിന്നുകൊണ്ട് ഈ ലോറിയെ നമുക്ക് നമ്മളുടെ പുതിയ ലിഫ്റ്റ് സംവിധാനം ഉപയോഗിച്ച് അല്പമെങ്കിലും ചലിപ്പിക്കാനോ മാറ്റാനോ സാധിക്കുമോ എന്നൊന്നും കൂടെ അതിന്റെ ഒരു സാങ്കേതികത്വം, അതിന്റെ ഒരു സാഹചര്യം കൂടെ ഈ അവസരത്തിൽ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.